പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതവേളയും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവായ ദൈവം ഒരുക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർമ്മേൽ മിനിസ്ട്രീസിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ കർത്താവ് നമുക്ക് തരുന്നതായ ദൈവിക ദൂതുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവെഴുത്തുകളിലെ ക്രിസ്തു എന്നതായ വിഷയത്തെക്കുറിച്ച് ഒരു പഠനം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ 4 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്നീ പുസ്തകങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നതായ വിഷയങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് വിധമാണ് എന്നുള്ളതായ ചിന്തയാണ് നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ആവർത്തന പുസ്തകത്തിലെ ക്രിസ്തു. ആവർത്തന പുസ്തകം തിരുവചനത്തിലെ 5-ാമത്തെ പുസ്തകമാണ്. നമുക്കറിയാം, മോശയുടെ പഞ്ചൈക പുസ്തകങ്ങളിൽ 5-ാമത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം. ഈ ആവർത്തന പുസ്തകത്തിന്റെ പ്രതിപാദനം എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായ ഇസ്രായേൽ ജനം 40 വർഷത്തെ യാത്രയ്ക്ക് ശേഷം മോവാബ് സമഭൂമിയിൽ എത്തിച്ചേർന്നു. ഇതിനോടകം അനേക പരീക്ഷകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അവർ നേരിട്ടു. ദൈവത്തോട് ചെയ്തതായ മത്സര നിമിത്തം പുറപ്പെട്ടവരിൽ ദൈവം പറഞ്ഞതനുസരിച്ച് യോശുവയും കാലേബും ഒഴികെ എല്ലാവരും ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു. പഴയ തലമുറ മുഴുവൻ മരിച്ചു. ഇനിയിപ്പോൾ പുതിയ തലമുറയാണ് ശേഷിക്കുന്നത്. അപ്പൊ പഴയ തലമുറയ്ക്ക് ലഭിച്ചതായ പ്രമാണങ്ങൾ പുതിയ തലമുറ അറിയാതിരിക്കരുത്. പ്രമാണങ്ങൾക്ക് തെറ്റുവരുത്തുവാൻ പാടില്ല, അതനുസരിക്കാതിരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് പഴയ തലമുറയ്ക്ക് ലഭിച്ചതായ ആ പ്രമാണങ്ങളെ പുതിയ തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ് മോശ ഈ ആവർത്തന പുസ്തകത്തിൽ. പഴയ പുസ്തകങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതിനേക്കാൾ ഉപരി ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭൂതകാല വിഷയങ്ങളിൽ കൂടി ഭാവി കാലത്തേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ദൈവത്തോടുള്ളതായ അനുസരണം എങ്ങനെയായിരിക്കണമെന്ന് പ്രതിപാദിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്കുള്ളതായ അനുഗ്രഹങ്ങളും ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാതെ തിരസ്കരിക്കുന്നവർക്കുള്ളതായ ശിക്ഷാ നടപടികളും ശാപങ്ങളും ഈ വേദഭാഗത്ത് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ടേ കഴിയും. ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ 2 പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ ഈ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. അതിൽ 1-ാമത്തെ വിഷയത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. മോശ പ്രവാചകനാണെന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം
ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നിയോഗിച്ചതായ പ്രവാചകനാണ് മോശ എന്ന് നമുക്കറിയാം. എന്നാൽ ആവർത്തന പുസ്തകം പഠിക്കുന്ന ഒരാളിന് ക്രിസ്തുവിനെ അതിലെങ്ങനെ കാണുവാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, മോശയെ പോലെ ഒരു വലിയ പ്രവാചകൻ ഇനിയും ഇസ്രായേൽ മക്കൾക്ക് എഴുന്നേൽപ്പാനിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതിൽ കൂടെ ഇസ്രായേൽ മക്കളുടെ കണ്ണുകൾ ഭാവിയിലേക്ക് തുറക്കപ്പെടുവാനിടയായിട്ട് തീരുകയാണ്. മോശയെ പോലെയുള്ളതായ ഒരു പ്രവാചകനെ അവർ കാത്തിരിക്കുവാൻ ഈ ആവർത്തന പുസ്തകത്തിലെ ക്രിസ്തു എന്നതായ പ്രതിപാദനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം, മോശയെ പോലെ ഒരു വലിയ പ്രവാചകൻ ക്രിസ്തു, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളതായ വിഷയമാണ്. അതിനുള്ളതായ ബന്ധത്തിൽ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്കായി എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തരെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ഇതാണ് ആവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ വലിയ ഒരു പ്രവാചകൻ എന്നുള്ളതായ നിലയിൽ ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായ ഭാഗം. ഇതോടുള്ളതായ ബന്ധത്തിൽ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ഇതിന്റെ പൊരുള വായിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം സ്തേഫാനോസ് ചെയ്യുന്നതായ പ്രസംഗത്തിന്റെ ആ ഉള്ളടക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്തേഫാനോസ് പറയുന്നതായ വിഷയം, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. അപ്പൊ യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ കൂട്ടത്തിൽ യേശുവിനെ കുറിച്ച് മോശ പ്രസ്താവിച്ചു എന്ന് സ്തേഫാനോസ് പറഞ്ഞുകൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തിയതായ മോശ നിങ്ങളെ നടത്തിക്കൊണ്ടുവന്നതായ ആ പ്രവാചകനാണ് എന്ന് സ്തേഫാനോസ് പറയുകയാണ്. അപ്പൊ മോശയെ പോലെ വലിയ പ്രവാചകനെയാണ് നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രവചനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 തരത്തിലുള്ളതായ പ്രവചനങ്ങൾ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നാം അത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മനുഷ്യനെ വല്ലാതെ തെറ്റിക്കുന്നതായ ഒരു യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്, ഒരു ആത്മീയ യുഗത്തിൽ. ആ തെറ്റിലേക്ക് മനുഷ്യനെ, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്തതായ വിഷയങ്ങളിലേക്ക് മനുഷ്യൻ തിരിയുമ്പോൾ മനുഷ്യനെ മടക്കി വരുത്താതിരിക്കേണ്ടതിന് പിശാച് ദൈവിക ശുശ്രൂഷകളിൽ കൂടി തന്നെ വല്ലാത്ത കുരുക്കുകൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വ്യാജ പ്രവചനങ്ങളാണ്. ശരിയായിട്ടുള്ളതായ പ്രവചനങ്ങളുണ്ട്, വ്യാജ പ്രവചനങ്ങളുണ്ട്. ശരിയായിട്ടുള്ളതായ പ്രവചനങ്ങളെക്കാൾ അധികമാണ് ഈ യുഗത്തിൽ വ്യാജ പ്രവചനങ്ങൾ ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ 3 വിധത്തിലുള്ളതായ പ്രവചനങ്ങളെ നാം അറിയാതിരിക്കരുത്. ഒന്നാമത്തെ പ്രവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ പ്രവചനങ്ങളാണ്.
3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ദൈവം വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ദൈവത്തിങ്കൽ നിന്ന് വരുന്നതായ പ്രവചനത്തെ കുറിച്ചാണ് അവിടെ പത്രോസ് വിളിച്ചു പറയുന്നതായ കാര്യം. രണ്ടാമത് പൗലോസ് ഉറപ്പിച്ചു തരുന്നതായ കാര്യമാണ്. തിമോഥെയോസിന് താൻ എഴുതുന്നതായ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നതായ വേദഭാഗം ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സത്പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ആ പ്രവചനത്തിന്റെ പ്രത്യേകത നോക്കണം. ദൈവശ്വാസീയമാണ്, ദൈവം വിശ്വസിക്കുന്നതാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്. എന്തിനു വേണ്ടിയാ? സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസം. അല്ലാതെ ഭൗതിക നന്മകളുടെ നേട്ടം വാരിച്ചൊരിയുന്നതായ വാക്കുകളല്ല യഥാർത്ഥ പ്രവചനം എന്നുള്ളത് ദൈവജനം മനസ്സിലാക്കണം. ഇതിനകത്തൊരു ഉപദേശമുണ്ട്. ഇതിനകത്ത് ഇഷ്ടപ്പെടുന്നതല്ലെങ്കിലും ശാസനയുണ്ട്. തെറ്റുകളെ കുറിച്ചുള്ളതായ കർശനമായ ബോധ്യം വരുത്തുന്നതായ ശബ്ദമാണ് ദൈവത്തിന്റെ പ്രവചന ശബ്ദമെന്ന് മനസ്സിലാക്കണം. ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് സോപ്പും എണ്ണയും കൂടെ ഇട്ട് വല്ലാതെ മെഴുക്ക് പുരട്ടി അങ്ങനെ പോകുകയല്ല പ്രവചനത്തിന്റെ സ്വഭാവം. പ്രവചനത്തിന്റെ ഉള്ളടക്കത്തിൽ ഉള്ളിൽ ദൈവത്തിന്റെ ശാസനയുണ്ട്. തെറ്റുകളെ കുറിച്ചുള്ളതായ ബോധം വരുത്തുകയാണ്. തെറ്റുകളെ എടുത്തു പറയുന്നതാണ് ദൈവത്തിങ്കൽ നിന്നുള്ളതായ പ്രവചനമെന്ന് അറിയാതിരിക്കരുത്. പത്രോസ് പറയുന്നു, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. അപ്പോ 3 തരം പ്രവചനങ്ങളിൽ 1-ാമത്തെ പ്രവചനം ദൈവത്തിങ്കൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം വരുന്നതായ പ്രവചനമാണ്. 2-ാമത്തെ പ്രവചനം എന്താ നോക്കാം. ഭൂതാത്മാക്കളിൽ കൂടെ സാത്താൻ പറയുന്നതായ പ്രവചനമുണ്ട്. ഭൂതാത്മാക്കളിൽ കൂടെ സാത്താൻ പറയുന്നതായ പ്രവചനമുണ്ട്. ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ തരുന്ന മുന്നറിയിപ്പുണ്ട്. വ്യാജപ്രവചനത്തെ കുറിച്ച് സാത്താനിൽ നിന്ന് വരുന്ന ദുരാത്മ പ്രേരണയോടുകൂടെ വരുന്നതായ പ്രവചനങ്ങൾ കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ മൃതന്മാരെ പോലെ തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. തീർന്നില്ല. പൗലോസ് അതോടുള്ളതായ ബന്ധത്തിൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നറിയാമോ? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നോക്കൂ, വ്യാജ പ്രവചനങ്ങൾ
ഭൂതാത്മാവിന്റെ പ്രേരണയോടുകൂടെ സാത്താനിൽ നിന്ന് വരുന്നതായ പ്രവചന ശബ്ദങ്ങളുണ്ട്. ദൈവജനം തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം കേട്ടതായ പ്രവചനം എന്താ നോക്കിക്കേ. വ്യാജപ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ സാത്താൻ മനുഷ്യനോട് ചെയ്യുന്നതായ കാര്യമാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, നേരത്തെ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് വ്യാജപ്രവചനം കാണുവാൻ കഴിയും. 1 ശമൂവേൽ 28-ാം അധ്യായത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ രണ്ടാമത് ഭൂതാത്മാക്കളിൽ കൂടെ വരുന്നതായ ഭൂതാത്മാക്കളിൽ കൂടെ സാത്താനിൽ നിന്ന് വരുന്നതായ പ്രവചനമാണ്. ഇനി 3-ാമത്തെ പ്രവചനം ഏതാന്ന് നോക്കിയേ. മനുഷ്യന്റെ സ്വന്തം ആത്മാവിൽ നിന്ന് വരുന്നതായ പ്രവചനമുണ്ട്. അത് കുറച്ച് പരിചയവും കുറച്ച് കഴിവുമൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്ന് വരുന്നതായ സ്വന്തം ആത്മാവിൽ നിന്ന് വരുന്നതായ പ്രവചനങ്ങളുണ്ട്. മനുഷ്യന്റേതായിട്ടുള്ള ഒരു ഡിസൈനിങ് പവർ ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. 23-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. അപ്പൊ സ്വന്തം ഹൃദയത്തിലെ കാഴ്ച, സ്വന്തം ഹൃദയത്തിലെ നിരൂപണങ്ങൾ, സ്വന്തം ഹൃദയത്തിലെ വിചാരങ്ങൾ വെച്ചുകൊണ്ട് സാഹചര്യങ്ങൾ നോക്കി പ്രവചിക്കുന്നതായ പ്രവചനങ്ങളുണ്ട്. മനുഷ്യന്റെ സ്വന്തം ആത്മാവിൽ പുറത്തു വരുന്നതായ പ്രവചനങ്ങളാണ്. ഒത്തിരി വാക്യശേഖരങ്ങൾ അതോടുള്ളതായ ബന്ധത്തിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. യിരെമ്യാവിന്റെ പ്രവചനം 27-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് നിന്ന് അകറ്റിക്കളയുവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. ശ്രദ്ധിക്കണം. ആവർത്തന പുസ്തകത്തിൽ തുടർച്ചയായി നമുക്ക് കാണുവാൻ കഴിയും ഇതേക്കുറിച്ച്. യിരെമ്യാവിന്റെയും യെഹെസ്കേലിന്റെയും പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിന്? പുതിയ നിയമത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് നമുക്ക് തരുന്നതായ മുന്നറിയിപ്പുകളുണ്ട്. അപ്പോ പ്രവചനങ്ങളെ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ദൈവത്തിങ്കൽ നിന്ന് വരുന്നതാണോ, പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണോ എന്ന് നാം ശോധന ചെയ്യണം. ആ പ്രവചനത്തിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്. ദൈവിക പദ്ധതി പ്രകാരം വരുന്നതായ പ്രവചനങ്ങൾക്കകത്ത് ഒരു പക്ഷേ മനുഷ്യന്റെ ഇംഗിതം കാണുകയില്ല, ഇഷ്ടം കാണുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടം പ്രതിഫലിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവചനമെന്ന് ഓർമ്മ വേണം. നമ്മുടെ വിഷയം മോശയെ പോലെ പ്രവാചകനാണ്. അപ്പോ വരുവാനിരിക്കുന്നതായ പ്രവാചകനെ കുറിച്ചുള്ളതായ ഒരു അറിയിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ. പഴയ വിശുദ്ധന്മാരെല്ലാം ഈ വരുവാനിരിക്കുന്നതായ പ്രവാചകനിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരുന്നു. മോശയെ പോലെ ഒരു പ്രവാചകൻ, അതവർക്ക് വളരെ ആകാംക്ഷ കൊടുക്കുന്ന, വളരെ പ്രത്യാശ കൊടുക്കുന്ന, വളരെ ആഗ്രഹം നൽകുന്നതായ ഒരു വിഷയമാണ്. ആ വരുവാനിരിക്കുന്നതായ പ്രവാചകനെ കുറിച്ച് നാം വായിച്ചതായ ആ വേദഭാഗത്ത് 10 കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകത്തിന്റെ നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 10 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ 10 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ആ അധ്യായത്തിൽ ദൈവം അവനെ, ഒന്നാമത് ദൈവം ആ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നത്. 15-ാമത്തെയും 18-ാമത്തെയും വാക്യമാണ്. 18-ാം അധ്യായം 15, 18 വാക്യങ്ങളാണ്. രണ്ടാമത് ഇസ്രയേലിന് വേണ്ടി ആയിരിക്കും ആ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുക എന്ന് അതേ വാക്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മൂന്നാമത് ഇസ്രയേലിന്റെ ഇടയിൽ നിന്നാണ് എഴുന്നേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വ്യക്തിയല്ല, അന്യദേശക്കാരിൽ നിന്ന് വരുന്നതല്ല, സ്വന്തം ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന, സ്വന്തം ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതായ പ്രവാചകനാണ് വരുവാനിരിക്കുന്നതായ പ്രവാചകൻ.
ആ വരുവാനിരിക്കുന്ന പ്രവാചകൻ മോശയെ പോലൊരു പ്രവാചകനായിരിക്കുമെന്നാണ് നാലാമത്തെ കാര്യം അതേ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5, എല്ലാവരും അവനെ അനുസരിക്കണമെന്നാണ് ആ പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ 5-ാമത്തെ കാര്യം. 15-ാമത്തെ വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. 18-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വിഷയം കാണുവാൻ കഴിയും. അവൻ ദൈവത്തിന്റെ വക്താവായിരിക്കും. He will be a spokesman of God. ദൈവത്തിന്റെ വായായിരിക്കും, ദൈവത്തിന്റെ വക്താവായിരിക്കും അവനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വരുവാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള 6-ാമത്തെ മുന്നറിയിപ്പ്. 7-ാമത് അവൻ വിശ്വസ്തയോടെ ദൈവം തന്നോട് പറയുന്നത് പ്രസ്താവിക്കും. 8, അവനങ്ങനെ പ്രസ്താവിക്കുമെങ്കിലും ചിലർ അവനെ അനുസരിക്കുകയില്ല എന്ന് ആ വാക്യങ്ങളിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനെ പലരും അംഗീകരിച്ചില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ. 9-ാമത്തെ വിഷയം, ദൈവത്തിന്റെ നാമത്തിലായിരിക്കും അവൻ സംസാരിക്കുക. യേശു ക്രിസ്തു സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. 10-ാമത്തെ വിഷയം, അവനെ അനുസരിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതായ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ ആവർത്തന പുസ്തകത്തിൽ തന്നെ 10 കാര്യങ്ങൾ വരുവാനിരിക്കുന്നതായ പ്രവാചകനെ കുറിച്ചുള്ളതായ അറിയിപ്പ് മോശ നൽകുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ വിഷയങ്ങൾ വളരെ തെളിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അത് തെളിച്ച് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മോശയെ പോലെയുള്ളതായ പ്രവാചകൻ യേശു എങ്ങനെയാണ് അതോട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് 9 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് പഠിക്കാനായിട്ടുണ്ട്. മോശയെ പോലെയുള്ളതായ പ്രവാചകൻ ആ പഴയ നിയമത്തെയും വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളും കൂടെ യോജിപ്പിച്ച് ആവർത്തന പുസ്തകത്തിലെ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുകയാണ്. 1, പുതിയ നിയമത്തിൽ ഫിലിപ്പോസ് നഥനയേലിനോട് പറയുന്നതായ സാക്ഷ്യം നമുക്കറിയാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം ഫിലിപ്പോസ് നഥനയേലിനോട് പറയുന്നതായ കാര്യമാണ്. എന്താണ് ഫിലിപ്പോസ് പറയുന്നത്? ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ വാക്ക് കേട്ട് യോഹന്നാനെ അനുഗമിച്ചതായ 2 പേർ യേശു താമസിക്കുന്ന ഇടത്തു ചെന്ന് യേശുവിനെ കണ്ട് ഇവൻ വ്യക്തമായും മോശ പ്രസ്താവിച്ചിരിക്കുന്നതായ ആ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഹൃദയത്തിൽ അത് അടക്കി വെക്കുകയല്ല. അതിലൊരുവനായ ഫിലിപ്പോസ് മടങ്ങി വരുമ്പോൾ നഥനയേലിനെ കണ്ടു. തിരുവരുത്തറിയാവുന്നതായ നഥനയേൽ, തിരുവരുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതായ നഥനയേൽ അവനോട് പറയുകയാണ്, ഞങ്ങൾ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? ഞങ്ങൾ മോശ പറഞ്ഞിരിക്കുന്നതായ ആ പ്രവാചകനെ കണ്ടെത്തി. അത് നസ്രത്തുകാരനായ യേശുവാണ്. നഥനയേൽ അത്ഭുതത്തോടെ മുഖമുയർത്തി. കാരണം അവൻ അത്തിയുടെ കീഴിലിരിക്കുന്നത് വെറുതെയല്ല, വെറുതെ കാറ്റുകൊള്ളാനിരിക്കുകയല്ല. അത്തിയുടെ കീഴിലിരിക്കുന്നതായ ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ ന്യായപ്രമാണം പഠിക്കുവാൻ തൽപരനാണ്. അവരുടെ ന്യായപ്രമാണം പഠിക്കുവാനുള്ളതായ ഒരു ഇരിപ്പിടമാണ് അത്തിയുടെ ചുവടെന്ന് പറയുന്നത്. ആ അത്തിയുടെ ചുവടിൽ ഇരുന്ന് അവൻ ന്യായപ്രമാണം നോക്കിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ അവന് ന്യായപ്രമാണത്തിൽ കാണുവാൻ കഴിഞ്ഞില്ല. അവൻ ചോദിക്കുകയാണ്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരു നന്മയും വരികയില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നതായി ഇടത്തുനിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകലിൽ ആത്മീക ദൂത് കൈമാറട്ടെ. എന്നെ ശ്രദ്ധിക്കുന്നതായ പ്രിയമുള്ളവരെ, നന്മയുടെ ഉറവിടം അടഞ്ഞുപോയി എന്ന് വിചാരിച്ച്, നന്മ വരികയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതായ ചില വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് തന്നെ നന്മയുടെ അനുഭവം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ധൈര്യത്തോടെ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? വന്നു കാണുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ഇരിപ്പിടത്തിരിക്കുകയല്ല വേണ്ടിയത്.
ഇരിക്കുന്നയിടത്ത് സമയം ചെലവഴിക്കുകയല്ല വേണ്ടിയത്, വന്ന് കാണുവാൻ, ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് യേശുവിന്റെ സന്നിധിയിലേക്കൊന്ന് വന്ന് കാണുവാൻ, വന്നനുഭവിപ്പാൻ ആഹ്വാനം തരുന്നതായ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോ മോശ പറഞ്ഞതായ പ്രവാചകരെ ഞാൻ കണ്ടെത്തി എന്ന് നഥനയേലിനോട് ഫിലിപ്പോസ് പറയുകയാണ്. ഫിലിപ്പോസ് നഥനയേലിന് വന്ന് യേശുവിനെ കണ്ടു. യേശുവിനെ മുമ്പിലെത്തിയപ്പോൾ യേശു നഥനയേലിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ എന്തില്ല? കപടമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നഥനയേൽ അതിശയപ്പെട്ടു. എന്താ കപടമില്ലാതിരുന്നത്? തിരുവെഴുത്ത് അതുപോലെ പഠിക്കുവാൻ അവൻ താല്പര്യപ്പെടുകയാണ്. തിരുവെഴുത്ത് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നതായ ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ കപടം നിൽക്കുകയില്ല. കപടം നിൽക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവയെ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നഥനയേലിനെ കുറിച്ച് പറഞ്ഞത് ഇവന് കപടമില്ല. ഇവൻ ആരാണ്? സാക്ഷാൽ ഇസ്രായേല്യനാണ്. നഥനയേൽ ചോദിച്ചു, എന്നെ എവിടെ വെച്ച് അറിയും? യേശു പറഞ്ഞത്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അത്തിയുടെ കീഴിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴല്ല, അതിനു മുമ്പേ നിന്നെ അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്നു പകലിൽ നാം കരുതുന്നതിനേക്കാൾ മുമ്പേ, നാം വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ, നാം ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതിന് മുമ്പേ നമ്മെ കണ്ട ഒരു ദൈവമുണ്ട്. അവൻ നമുക്ക് വേണ്ടി തുറക്കുന്നതായ ഒരു സ്വർഗ കവാടമുണ്ട്. നഥനയേലിനോട് യേശു പറഞ്ഞത്, നീ ഇതിലും വലിയത് കാണും. സ്വർഗം തുറക്കുന്നതും ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നീ കാണുമെന്ന് നഥനയേലിനോട് പറയുവാനിടയായി. യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതായ ഒരുവന് വേണ്ടി അവൻ പ്രതീക്ഷിക്കാത്തതായ നന്മകൾ ഉയരത്തിൽ നിന്ന് വർഷിപ്പിച്ചു കൊടുക്കുവാൻ നാം സേവിക്കുന്നതായ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകലിൽ ഞാൻ ഉറപ്പോടെ പറയട്ടെ. ആകയാൽ എഴുന്നേറ്റ് ദൈവ സന്നിധിയിൽ, യേശു കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ നാം ഉത്സാഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, പത്രോസ് സുന്ദരമെന്നതായ ഗോപുരത്തിന്റെ, ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിലിരുന്നതായ മുടന്തരെ സൗഖ്യമാക്കിയിട്ട് ദേവാലയത്തിൽ ചെന്ന് താൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നതായ കാര്യമാണ്. കൂടിയിരുന്നതായ യഹൂദന്മാരോട് പറയുന്നതായ വിഷയമാണ്. പ്രവർത്തികളുടെ പുസ്തകം 22 അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പത്രോസ് പറഞ്ഞത് എന്താണ്? ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ. മോശ ആവർത്തന പുസ്തകത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നതായ വാക്യമെടുത്ത് ആ കൂടിയിരുന്നതായ യഹൂദന്മാരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ വിചാരണ ചെയ്ത് ക്രൂശിച്ചു കൊന്നതായ യേശു ക്രിസ്തു മോശ പറഞ്ഞതായ ആ പ്രവാചകനാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ കേവലം മറിയയുടെ പുത്രനല്ല, കേവലം അവനൊരു മനുഷ്യനല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ദൈവദൂഷണം പറഞ്ഞു എന്ന് വ്യാജമായി പറഞ്ഞവനെ ക്രൂശിച്ചു കൊന്നതായ അവനൊരു അപരാധിയല്ല. പിന്നെയോ മോശ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രവാചകനായ മോശ പറഞ്ഞതായ ആ വ്യക്തിയാണ് നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ യേശു ക്രിസ്തു എന്ന് പത്രോസ് തീർത്തു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ തിരുവെഴുത്തിൽ കൂടി കണ്ടതായ പത്രോസിന് തിരുവെഴുത്തിൽ കൂടെ യേശുവിനെ തെളിയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തതായ ജ്ഞാനം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നതായ ദൈവത്തിന്റെ പൈതലിനോട് എനിക്ക് പറയുവാനുള്ളത്, കേവലം കേട്ടറിവുകൾ, കേവലം ബുദ്ധി കൊണ്ടുള്ളതായ നിർണയങ്ങളല്ല യേശുവിനെ കുറിച്ചുള്ളതായ തിരുവചനത്തിന്റെ പൊരുൾ.
ന്യായപ്രമാണത്തിൽ നിന്ന്, തിരുവഴുത്തിൽ നിന്ന് തെളിയിച്ചു കൊടുക്കേണ്ടതാണ് യേശുവിനെ. പത്രോസ് അത് ചെയ്തു. പൊരുൾ തിരിച്ചു കൊടുത്തു. പൊരുൾ തിരിക്കുവാനുള്ളതായ കൃപ ദൈവവചനത്തിൽ ദൈവജനത്തിനു വേണം. എവിടെ നിന്നെങ്കിലും ഒരു പ്രസംഗം, എവിടെ നിന്നെങ്കിലും ഒരു ആലോചന എടുക്കുകയല്ല വേണ്ടിയത്. തിരുവചനം കൊണ്ട് തെളിയിച്ച്, ആ തിരുവചനത്തെ പൊരുൾ തിരിച്ച് അതിൽ കൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത്. അതാണ് ദൈവിക ശുശ്രൂഷയുടെ അൾട്ടിമേറ്റ് എയിം. എന്താണ് ശുശ്രൂഷയുടെ എയിം? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശുശ്രൂഷയുടെ അൾട്ടിമേറ്റ് എയിം. പ്രൈസ് ദി ലോർഡ്. തിരുവഴുത്തുകൾ നിറഞ്ഞു നിൽക്കുന്നതായ യേശുവിനെയാണ് നാം പരിചയപ്പെടുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. യേശു മോശയെ പോലെയുള്ളതായ പ്രവാചകനെന്ന് തെളിയിക്കുന്നതായ മൂന്നാമത്തെ വിഷയം, അത് സ്തേഫാനോസിന്റെ പ്രസംഗ വിഷയമാണ്. നമ്മൾ നേരത്തെ വായിച്ചതായ വാക്യം, കുറിവാക്യത്തിൽ നാം വായിച്ചതായ പുതിയ നിയമത്തിന്റെ വാക്യം അത് തന്നെയാണ്. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ കൂടി വന്നതായ യഹൂദന്മാരോട് മോശയുടെ വചനം സാക്ഷ്യപ്പെടുത്തി സ്തേഫാനോസ് ആ ജനസമൂഹത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. എന്ത്? ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്ത് ക്രൂശിൽ തറച്ചു കൊന്നതായ യേശു മോശ പറഞ്ഞതായ പ്രവാചകനാണ്. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ 7-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകന് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. മോശ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് സ്തേഫാനോസ് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. യേശു യാദൃച്ഛിക ജനിച്ചവനല്ല, ജനിച്ചവനാണെന്നോ അല്ലെങ്കിൽ കഴിവ് കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചു എന്നോ ജനത്തെ വശീകരിക്കുവാനായി, ജനത്തെ ആകർഷിക്കുവാനായി ചെപ്പടി വിദ്യകൾ കാണിച്ചതായ ഒരു വ്യക്തി എന്നുള്ളതോ എന്ന നിലയിലല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവം അയച്ചതായ പ്രവാചകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ മോശ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും. ആ പ്രവാചകനായ യേശുവിനെയാണ് യഹൂദ പരീക്ഷകളായ നിങ്ങൾ അവനെ എന്ത് ചെയ്തത്? കൊന്നുകളഞ്ഞത്. ശമൂവേലിന്റെ കാലത്ത് പിതാവായ ദൈവത്തെ തിരസ്കരിച്ച യഹൂദജാതി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമയത്ത് പുത്രനെ ത്യജിച്ചു കളഞ്ഞതായ യഹൂദജാതി ഇപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ ത്യജിച്ചു കളഞ്ഞതായ യഹൂദജാതിയോട് ആ തൃത്വത്തെ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെ ഒന്നുപോലെ ത്യജിച്ചു കളഞ്ഞതായ യഹൂദജാതിയെ നോക്കി സ്തേഫാനോസ് പറഞ്ഞു, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ആ ശാപം ഒരിക്കലും എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ മേൽ വരരുതേ. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ അനേകർ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഭാഗ്യ പദവിയിലേക്ക് വരാത്തതായ ആരെങ്കിലും ഈ വചനം ഇപ്പോഴല്ല എപ്പോഴെങ്കിലും കേൾക്കുവാനിടയായാൽ പാപത്തിൻ കീഴിൽ ശാപത്തിന്റെ അടിമകളായി ഇരിപ്പാനല്ല മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ആ ശാപത്തിൻ കീഴിൽ നിന്ന് വിടുവിച്ച് പാപം മോചിപ്പിച്ച് ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിന്മേൽ മരിച്ച് തന്റെ രക്തം മാനവജാതിക്ക് വേണ്ടി ഒഴുക്കിയത്. ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. എല്ലാ മാനവജാതിക്കും ആ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. ത്രിയേക ദൈവത്തെ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെ ഒരിക്കലും ത്യജിച്ചു കളയരുത്. പിതാവായ ദൈവത്തിനെതിരെയോ പുത്രനായ ക്രിസ്തുവിനെതിരെയോ പരിശുദ്ധാത്മാവിനെതിരെയോ ദൈവദൂഷണം പറയുവാൻ ഇടയായി തീരരുത്. കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മോശ പറഞ്ഞതുപോലെ മോശയേക്കാൾ വലിയവനായ മോശയെ പോലുള്ളതായ വലിയ പ്രവാചകനായി യേശുവിനെ കാണിക്കുന്ന നാലാമത്തെ വിഷയം തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നതായ വിഷയമാണ്. എന്താണ്? മോശ
ജനത്തിനും ദൈവത്തിനും മധ്യേ നിന്നവനെന്ന് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവിടെ വായിക്കുന്നത് യഹൂദ ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥനായി നിന്ന് വരുവാനിരുന്നതായ ദൈവകോപത്തെ പലപ്പോഴായി ദൈവജനത്തിന്റെ മേൽ വന്നു ഭവിക്കാതെ മാറ്റിക്കളഞ്ഞതായ മധ്യസ്ഥനായ മോശയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയുന്ന എന്താന്ന് നോക്കിക്കേ. തിമോഥെയോസ് എന്ന ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവൻ. അതാരാണ്? മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. ദൈവപുത്രനായവൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന് മനുഷ്യനായി നമുക്ക് സമനായി നിന്നുകൊണ്ട് ദൈവത്തിനും നമുക്കുമിടയിൽ മധ്യസ്ഥനായി നിന്ന് നമ്മെ ദൈവത്തോട് അടുപ്പിച്ചതായ ഏക മധ്യസ്ഥൻ. ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു മധ്യസ്ഥനുമില്ല, വേറെ ഒരു മധ്യസ്ഥകളുമില്ല. പുണ്യവാന്മാരായി മധ്യസ്ഥത വഹിക്കുന്ന പുണ്യവാന്മാരായി ആരുമില്ല. പുണ്യാളന്മാരോ പുണ്യാളത്തിമാരോ ആരുമില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. നമുക്ക് അവന്റെ അടുക്കലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, ആ കൃപാസനത്തോട് ഏത് നിമിഷവും ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാനുള്ള ആ വലിയ അവകാശം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നാം എത്ര ഭാഗ്യമുള്ളവരാണ്. 4-ാമത്തെ വിഷയം, ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഏക മധ്യസ്ഥൻ. മോശയെ പോലെ ഏക മധ്യസ്ഥനാണ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന കർത്താവായ യേശു ക്രിസ്തു. 5-ാമത്തെ വിഷയം, മോശ മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. എങ്ങനെയാ ജനത്തെ വിടുവിച്ചത്? ഫറവോന്റെ അടുക്കൽ ചെന്ന് തന്റെ വാക്കുകൾ കൊണ്ട് പറയുകയല്ല, വാക്കുകൊണ്ട് വളരെ കർശനമായി അവൻ പറഞ്ഞു, എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് യഹോവയായ ദൈവം കൽപ്പിക്കുന്നു. അപേക്ഷയല്ല, യാചനയല്ല, അഭ്യർത്ഥനയല്ല, കൽപ്പനയാണ്. ആര്? ഒരിക്കൽ ആ കൊട്ടാരത്തിൽ വളർന്നവരും ആ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി, ഭയത്തോടെ ഓടിപ്പോയി മരുഭൂമിയിൽ പാർത്തവനുമായ മോശ ദൈവത്തിന്റെ പ്രത്യക്ഷത കിട്ടിയപ്പോൾ അതുവരെ ഇല്ലാത്തതായ ധൈര്യം അവന്റെ മേൽ വന്നു. എവിടെ നിന്ന് അവൻ മരണഭയത്തോടെ ഓടിപ്പോയോ അവിടെ മരണത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് ധൈര്യത്തോടെ യഹോവയായ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ മോശ ധൈര്യം കാണിച്ചത് അവന് കിട്ടിയതായ ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവമാണ്. എന്നെ കേൾക്കുന്നതായ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രഭാവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത് ഈ ലോകത്തെ ഭയപ്പെടുവാനല്ല, സാഹചര്യങ്ങളെ ഭയപ്പെടുവാനല്ല, നമുക്കെതിരായി വരുന്നതായ വിഷയങ്ങളെ, പ്രതിസന്ധികളെ ഭയപ്പെടുവാനല്ല. എന്നെ കേൾക്കുന്നതായ ആരെങ്കിലും ആ ഭയത്തിന് വിധേയരായി നിൽക്കുന്നു എങ്കിൽ ഈ പകൽ ഭയം മാറിപ്പോകട്ടെ. ഏത് തരത്തിലുള്ളതായ ഭയമായാലും, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന വിഷയമായാലും, രോഗ ഭയമായാലും, സാമ്പത്തിക ഭയമായാലും, സാഹചര്യങ്ങൾ നിനക്കെതിരായി കൊണ്ടുവരുന്നതായ ഭയത്തിന്റെ അനുഭവമായാലും, ആ ഭയത്തിന്റെ എല്ലാ വേരുകളും ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മുടെ മേൽ വരുമ്പോൾ ആ ഭയത്തിന്റെ ലാഞ്ചനകൾ എല്ലാം മാറും. മോശയിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത വ്യാപരിച്ചപ്പോൾ അവൻ ധൈര്യത്താൽ നിറഞ്ഞതുപോലെ സകല ഭയങ്ങളും അവനെ വിട്ട് മാറിയതുപോലെ ഫറവോന്റെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. എന്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞുകൊണ്ട് ഫറവോൻ അതിന് അനുകൂലം കാണിച്ചില്ല. മോശ പിന്മാറിയില്ല. മോശ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ജനത്തെ വിടിവിപ്പാൻ ഇടയായിട്ട് തീർന്നു. മോശയാര്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ജനത്തെ വിടിവിച്ചവനായ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവോ 24 ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും
വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായിട്ടുള്ളതായ കൂടിയാലോചനയാണ്. അതിനകത്ത് കർത്താവിന്റെ പ്രത്യക്ഷത കടന്നു വരികയാണ്. കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ലൂക്കോസ് എഴുതിയിരിക്കുന്നതായ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ആരായിരുന്നു? വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. പ്രവൃത്തിയിൽ മാത്രമല്ല വാക്കിലും, വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും. യേശു ഒരു വാക്കു പറഞ്ഞാൽ അത് ജീവിതം സംഭവിക്കും. യേശു കർത്താവിന് ചെയ്യുവാൻ കഴിയാത്തതായ ഒന്നുമില്ല. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനും ആലോചനയിൽ അതിശയവാനുമാണ്. ആലോചനയിൽ അതിശയവാനായ ഈ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. അഞ്ചാമത്തെ വിഷയം, മോശ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ജനത്തെ വിടുവിച്ചതുപോലെ യേശു തന്റെ വാക്കിന്റെ ശക്തിയാലും തന്റെ പ്രവൃത്തിയുടെ അതിബലത്താലും ജനത്തെ വിടുവിച്ചു. ജനത്തെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും വിടുവിക്കുകയും ചെയ്യും. ആറാമത്തെ വിഷയം, മോശയെ പോലെയുള്ളതായ വലിയ പ്രവാചകനായ യേശുവിനെ കുറിച്ച് ഇതാ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കൂ. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പഴയ നിയമ പ്രവാചകന്മാർ ഭാഗമായും വിവിധമായും ദൈവജനത്തോട് വിവിധ കാലഘട്ടങ്ങൾ അരുളി ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവകാലത്ത് അരുളി ചെയ്തത് പൂർണ്ണമായ തിരുവചനമായിരുന്നു. ആ പൂർണ്ണത എവിടെയാണ്? നിത്യതയിൽ എത്തിക്കുന്നതായ ദൈവത്തിന്റെ വചനം പുത്രനായ ക്രിസ്തുവിൽ കൂടെ ലോകത്തിന് ലഭിപ്പാനിടയായി. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. കർത്താവായ യേശു ക്രിസ്തു തന്നതായ തിരുവെഴുത്ത്, ആ തിരുവചനം, ആ ഉപദേശം പൂർണ്ണമാണ്. എതുവരെ? നിത്യതയിൽ നാം എത്തുന്നത് വരെ അത് പൂർണ്ണമാണ്. നിത്യതയിൽ എത്തിക്കുവാൻ പൂർണ്ണമായ ദൈവത്തിന്റെ വചനം, അത് പൂർണ്ണതയിൽ അനുസരിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിലേക്ക് പ്രവേശനമുള്ളൂ. ഭാഗികമായി അനുസരിക്കുകയല്ല, ഭാഗികമായി കേൾക്കുകയല്ല. പൂർണ്ണമായ തിരുവെഴുത്ത് നിത്യതയ്ക്ക് ആവശ്യമായ, നിത്യതയിലേക്കുള്ളതായ പ്രവേശനത്തിന് ആവശ്യമായ തിരുവചനം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചു എങ്കിൽ അത് പൂർണ്ണമായും അനുസരിപ്പാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതാണ് കർത്താവിന്റെ ആലോചനയും. ഏഴാമത്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് കാണുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മനുഷ്യരല്ല, കൂട്ടുകാരല്ല, മോശയുടെ ബന്ധുജനങ്ങളല്ല, തന്റെ കുടുംബവുമല്ല പറഞ്ഞത്. അത്യുന്നതനായ ദൈവം മോശയെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. നമ്മളെ കുറിച്ച് എന്തായിരിക്കും സാക്ഷ്യം പറയുക? അടുത്തറിയുന്നവർ പോലും പോകട്ടെ, മോശയെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണല്ലോ നമ്മുടെ വിഷയം. അത്യുന്നതനായ യഹോവയായ ദൈവം പറഞ്ഞതായ സാക്ഷ്യം എന്താണെന്നറിയാമോ? എന്റെ ദാസനായ മോശയോ. അങ്ങനെയല്ല. എങ്ങനെയല്ല? ഈ മത്സരിച്ചതായ ജനത്തെ പോലെയല്ല. പിന്നെയോ, അവൻ എന്റെ ഗൃഹത്തിലൊക്കെ വിശ്വസ്തനാകുന്നു. മോശയെ കുറിച്ച് കുറ്റം പറഞ്ഞ്, മോശയെ കുറിച്ച് കുശുകുശുത്ത, മോശയെ കുറിച്ച് മന്ത്രണം ചെയ്തതായ തന്റെ സ്വന്തം സഹോദരനെയും സഹോദരിയെയും ഉദ്ദേശിച്ചാണ് യഹോവയായ ദൈവം പറഞ്ഞത്. അപ്പോ സ്വന്തം അടുത്ത് നിൽക്കുന്നവർ പോലും കേൾക്കാതെ കുശുകുശുക്കുമ്പോ ഇത് ദൈവം കേൾക്കുന്നു എന്നുള്ള കാര്യം അഹരോനും മിരിയാമും മനസ്സിലായില്ല. പക്ഷേ അവർക്കത് മനസ്സിലായില്ല എങ്കിലും അവർ മന്ത്രിച്ചത് യഹോവ കേട്ടു. യഹോവയായ ദൈവം പറഞ്ഞു, എന്റെ ദാസനായ മോശ
അവനെ നോക്കൂ, അവനെന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാണ്. ദൈവം സാക്ഷ്യം പറഞ്ഞതായ മോശ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ സാക്ഷ്യം എന്ത്? വായിക്കാം നമുക്ക്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മോശയെ പോലെ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ, മോശയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോശയുമായിട്ട് താരതമ്യം ചെയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല. യേശു ക്രിസ്തുവുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. എങ്കിലും മനസ്സിലാക്കേണ്ടതിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മോശ തന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതായ ദാസനായിരുന്നു. എന്നാൽ യേശുവോ തന്നെ നിയമിച്ചാക്കിയിരിക്കുന്നതായ ഗൃഹത്തിന് അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. 8-ാമത്തെ വിഷയം, മോശ യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴും, അതിനു മുമ്പ് ചെങ്കലിന് നേരെ വടിയൂന്നാനായിട്ട് പറഞ്ഞപ്പോഴും, ഇസ്രായേലിൽ വെച്ച് നിലത്തിലെ പൊടിയെ വടികൊണ്ട് അടിക്കാൻ പറഞ്ഞപ്പോഴും, നദിയിലെ വെള്ളം കോരി കരയിലൊഴിക്കാൻ പറഞ്ഞപ്പോഴും ഒക്കെ ചോദ്യം ചെയ്യാതെ മോശ അനുസരിച്ചു എന്നുള്ളതാണ്. ദൈവം പറഞ്ഞതുപോലെ മോശ അനുസരിച്ചു. അതെന്തിനാ ചെയ്യുന്നത്? അത് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്താൽ പോരെ, അത് അങ്ങനെ ചെയ്യാതിരുന്ന കുഴപ്പം എന്താ എന്നൊന്നും മോശ ചോദിച്ചില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ചോദ്യം നമ്മുടേതായിട്ടുള്ള അറിവിൽ ചോദിക്കും. ഈ ചോദ്യങ്ങൾ പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. ഈ ചോദ്യങ്ങൾ പലപ്പോഴും ദൈവഹിതത്തിന് തടസ്സമാണ്. അപ്പോ മോശ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ, യഹോവയായ ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതിന്റെ ആണിവരെ ദൈവം കൊടുത്തതായ അളവ് പ്രകാരം ഉണ്ടാക്കി. ദൈവം പറഞ്ഞതായ സമയത്ത് അത് ഉയർത്തി. ദൈവം പറഞ്ഞതായ സമയത്ത് അത് വിടർത്തി. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ എന്നെ അയച്ചവൻ പറഞ്ഞത് ചെയ്യുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. എന്റെ ആഹാരം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരമെന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ ഗെത്സമനത്തോട്ടത്തിൽ പിതാവിന്റെ ഹിതത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചതായ പുത്രൻ തമ്പുരാൻ ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ, മോശയെ പോലെ ചോദ്യം ചെയ്യുവാൻ അനുസരിച്ചതായ ദൈവപുത്രൻ. 9-ാമത്തെ വിഷയം, മോശ യഹോവയ്ക്ക് മരുഭൂമിയിൽ സമാഗമന കൂടാരം പണിതു. ദൈവം വസിക്കുന്നതിന് ഒരു കൂടാരം മോശ മരുഭൂമിയിൽ പണിതു. ആ സമാഗമന കൂടാരത്തിലാണ് ദൈവം തന്റെ ജനവുമായിട്ട് എന്തു ചെയ്തത്? കൂട്ടായ്മ ആചരിച്ചത്. യേശു എന്താ ചെയ്തതെന്ന് നോക്കാം. സെക്കരിയ പ്രവചനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. എന്ത് മനോഹരമായ ഒരു ദൂതാണത്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ മുള ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് യഹോവയായ ദൈവത്തിന്റെ മുള. അവൻ തന്റേതായ നിലയിൽ നിന്ന് എഴുന്നേറ്റു വന്ന് മുളച്ചു വന്ന് ദൈവത്തിന്, യഹോവയ്ക്ക് ഒരു മന്ദിരം പണിയുമെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ദൈവം പണിതതായ ദൈവസഭ. മോശ മരുഭൂമിയിൽ സമാഗമന കൂടാരം നിവർത്തിയത് ആ യാത്രയിൽ ജനത്തെ സഹായിപ്പാൻ കൂടെ ഇരിക്കേണ്ടതിനു വേണ്ടിയാണ് സമാഗമന കൂടാരം പണിതത്. ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന്
ജനത്തെ കനാനിൽ എത്തുന്നത് വരെ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സക്കറിയ പ്രവാചകൻ പറയുന്നത്, യഹോവയായ ദൈവത്തിന്റെ മുള തന്റേതായ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയ്ക്കൊരു മന്ദിരം പണിയും. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. അപ്പൊ സഭ എന്ന് പറയുന്നത് ആര് പണിതതാണ്? വ്യക്തി പണിതതല്ല. വ്യക്തികളുടെ നല്ല സഭ, സംഘടനകളുടെ നല്ല ദൈവസഭ. മനസ്സിലാക്കണം, സംഘടനകളല്ല ദൈവസഭ, വ്യക്തികളുടെ അല്ല ദൈവസഭ. ദൈവസഭ യേശു ക്രിസ്തുവിൻ്റെതാണ്. ജീവൻ കൊടുത്തത് അവിടുന്നാണ്. കാൽവറിയിൽ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായ തന്റെ ജനത്തെ കൊണ്ട് പണിയിച്ചതായ ദൈവസഭ. ഞാൻ എന്റെ സഭയെ പണിയും. എന്തിനാ സഭ പണിതത്? സമാഗമന കൂടാരം പണിതത് ദൈവത്തിന്റെ തേജസ്സ് ഇറങ്ങി വരാനായിരുന്നു എങ്കിൽ കർത്താവ് സഭ പണിയുന്നത് ദൈവം ഇറങ്ങി വരുവാൻ വേണ്ടിയാണ്. സഭ പണിയുന്നത് ദൈവം ഇറങ്ങി വരുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ സഭകളുടെ നിലവാരം എന്ത്? ആരാധനത്ത് ഇറങ്ങിയിരിക്കുന്നത് സ്വയ താല്പര്യങ്ങൾ, സ്വയ ഇച്ഛകൾ, സ്വയ അഹങ്കാരങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ വ്യക്തികളുടെ സഭകളായി, സംഘടനകളുടെ കൂട്ടായ്മകളായി അത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നോക്കുന്നത് ദൈവം ഇറങ്ങി വന്ന് വസിക്കുവാൻ സാധ്യമായിരിക്കുന്നതായ സഭയെയാണ് ദൈവം നോക്കുന്നത്. അതാണ് ഈ പ്രവാചകനായ മോശയെ പോലെ വലിയ പ്രവാചകനായ യേശു പണിതതായ സഭയുടെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഈ സഭയിൽ അംഗങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ കണ്ട് തിരഞ്ഞെടുത്ത് അത് നമ്മുടെ ഗുണം കൊണ്ടല്ലല്ലോ, ദൈവത്തിന്റെ കരുണയൊന്നും കൊണ്ട് മാത്രമാണ്. ആ സഭയുടെ നെടുന്തൂണുകളായിരിക്കാൻ, ആ സഭയുടെ അംഗങ്ങളായിരിക്കാൻ, ആ സഭയിൽ കർത്താവ് ചേർത്ത് പണിതതായ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, ആ സഭ, ദൈവസഭയുടെ അംഗങ്ങളായവരെ ഓർത്ത് ദൈവം ആനന്ദിക്കുന്നു, ദൈവം സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുവാൻ, സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ഈ മരുഭൂയാത്രയിൽ കനാനിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് എത്തിക്കുന്നത് വരെ കൂടെ ഇരിക്കുവാൻ ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കേണ്ടതിന് കർത്താവ് പണിതതായ സഭ, മോശയെ പോലെ സഭാഗമനം കൂടാരം പണിതതുപോലെ കർത്താവ് തന്റെ സഭയെ പണിതു. മോശയെ പോലെ വലിയ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇനി മോശയെ പോലെ വലിയ പ്രവാചകനാണോ? പ്രൈസ്, സമയം തീർന്നല്ലോ. മോശയേക്കാൾ വലിയവനാണ് കർത്താവ്. പ്രൈസ് ലോർഡ്. അനേക വിഷയങ്ങൾ പറയുവാനായിട്ടുണ്ട്. 8 കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒന്ന്, മോശയേക്കാൾ വലിയവനാണ് യേശു. നമ്മൾ ഇത്ര നേരം ചിന്തിച്ചത് മോശയെ പോലെ വലിയ പ്രവാചകൻ. എന്നാൽ അവിടെ ഒതുങ്ങുന്നില്ല. എന്റെ യേശു മോശയേക്കാൾ വലിയവനാണ്. യേശു ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതായ രക്തമാണ് നമുക്ക് വേണ്ടി തന്നത്. മോശ തന്നില്ലല്ലോ തന്റെ രക്തം. ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതായ പുണ്യാഹ രക്തമാണ് ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിച്ചത്. 2, തളർന്നിരിക്കുന്നവരെ ആരെയും വാക്കുകൊണ്ട് താങ്ങുന്നവനാണ് നമ്മുടെ കർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 4-ാമത്തെ വാക്യം, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ ശക്തനായവൻ. മോശ അവർക്ക് വേണ്ടി ദൈവത്തിങ്കൽ നിന്ന് സഹായം ചെയ്തു എന്നേ ഉള്ളൂ. ദൈവം പറഞ്ഞത് അവൻ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെയല്ല. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ ഏത് ക്ഷീണത്തിൽ നിന്നും നാം വിടുവിക്കപ്പെടും. കല്ലറയ്ക്കുള്ളിലായിരുന്നതായി 4 ദിവസം കഴിഞ്ഞ്, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചതായ ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരൊറ്റ വാക്കു മതിയായിരുന്നു. മരിക്കാറായി കിടന്ന രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുവാൻ പോക, നീ വിശ്വസിച്ചതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്ന വാക്കുമതിയായിരുന്നു. വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവൻ, വാക്കുകൊണ്ട് താഴ്ന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്റെ കർത്താവ്.
മോശയേക്കാൾ വലിയവനാ കർത്താവ്. മോശ മന്ദിരം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, സമാഗമന കൂടാരം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പക്ഷേ എന്റെ യേശു ആലയത്തിന്റെ ഉടമയാണ്. മലാക്കി പ്രവചനമോ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. യേശു തന്റെ ശുശ്രൂഷയെ ആരംഭിക്കുമ്പോൾ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്റെ ആലയം. മോശ ദൈവത്തിന് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കി. പക്ഷേ യേശു ആ ആലയത്തിന്റെ ഉടമസ്ഥനാണ്. യേശു മോശയേക്കാൾ വലിയവൻ. 4, യേശു പിതാവിന്റെ ഏകജാതനും പ്രിയപുത്രനുമാണ്. മോശ ദൈവത്തിന്റെ ദാസനാണ്. പക്ഷെ യേശുവോ ഇവരെന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയത്തക്ക വിധം ഒന്നല്ല 1-ലധികം പ്രാവശ്യം വിളിച്ചു പറയത്തക്കവണ്ണം പിതാവായ ദൈവത്തിന്റെ ഏകജാതനും പ്രിയപുത്രനുമാണ് യേശു. യേശു മോശയേക്കാൾ വലിയവനാണ്. 5, മോശ നൽകിയത് അക്ഷരീയ പ്രമാണമാണെങ്കിൽ യേശു തന്നത് ആത്മാവിന്റെ പ്രമാണമാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 6, മോശ നൽകിയ പ്രമാണം ദൈവകോപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണെങ്കിൽ യേശു തന്നത് കൃപയുടെയും നിത്യജീവന്റെയും പ്രമാണമാണ്. യേശു മോശയേക്കാൾ വലിയവൻ. 7-ാമത്തെ വിഷയം, മോശയുടെ ശുശ്രൂഷ നീക്കം വരുന്നതായിരുന്നു. പക്ഷേ യേശു സ്ഥാപിച്ച ശുശ്രൂഷ എന്നേക്കും നിലനിൽക്കുന്നതാണ്. പിതാവിന്റെ വലത്തുഭാഗത്ത് ആ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം അവൻ ഇരുന്നു എന്ന് വായിക്കുന്നു. എന്നേക്കുമായി ശുശ്രൂഷ നിവർത്തിച്ചവനാണ് കർത്താവായ യേശു. യേശു മോശയേക്കാൾ വലിയവനാണ്. 8, മോശയുടെ ശുശ്രൂഷ ശിക്ഷാവിധിയുടേതായിരുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ നീതിയുടെയും ശിക്ഷയിൽ നിന്ന് വിടുതൽ തരുന്നതുമാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകത്തിൽ നാം കണ്ടത്, മോശ പറഞ്ഞു, എന്നെ പോലെ വലിയൊരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. എന്നാൽ ദൈവം എഴുന്നേൽപ്പിച്ചു തന്നതോ മോശയേക്കാൾ വലിയവനായ ഒരുവനെ. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. മോശയേക്കാൾ വലിയവനായ യേശുവിനെ കുറിച്ച് ചിന്തിപ്പാനിടയായി, യേശു ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ ദൈവമായി, ഞങ്ങളുടെ രക്ഷകനായി ഹല്ലേലൂയ ലഭിച്ച അതേ ആക്കിത്തീർത്തതായ ആ വലിയ അനുഭവത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ കുമ്പിടുന്നു. അങ്ങനെ നടത്തുമാറാകണം. അതിനെ കേട്ട എല്ലാവരെയും കർത്താവിന്റെ കരത്തിൽ പിടിക്കുമാറാകണം. ദൈവകരത്താൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതിനെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.